മഞ്ഞപ്പട ഇത്തവണ വയനാടിനെ ചേർത്ത് പിടിക്കാനായി കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ സംഭാവന നൽകിയതിനൊപ്പം ഗോൾ ഫോർ വയനാട് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉടൻ ആരംഭിക്കാനിരിക്കുന്ന ISL 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഓരോ ഗോളിനും 1 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് ഗോൾ ഫോർ വയനാട് ക്യാമ്പയിൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹ ഉടമകളുടെ 1.25 കോടി രൂപ സംഭാവനയ്ക്ക് പുറമെയാണ് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്ന സർക്കാരിന്റെ തീവ്ര ശ്രമങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സും ഒപ്പം ചേരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെയർമാൻ നിമങ്കണ്ട പ്രസാദ്, KBFC ഡയറക്ടർ നിഖിൽ B നിമങ്കണ്ട, KBFC ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശുഷൻ വശിഷ്ഠ് എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 25 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയും വളർച്ചയും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ടീം പ്രവർത്തിക്കുന്നതെന്നും KBFC ഡയറക്ടർ നിഖിൽ B നിമങ്കണ്ട പറഞ്ഞു. അതേസമയം കൊച്ചി ലുലു മോളിൽ നടന്ന മീറ്റ് ദി ബ്ലാസ്റ്റേഴ്സ് ചടങ്ങിൽ കസവ് മുണ്ടെടുത്ത് മലയാളി ലുക്കിൽ താരങ്ങളും കോച്ചും എത്തിയതോടെ മഞ്ഞപ്പടയുടെ ആവേശം അലയടിച്ചിരിക്കുകയാണ്. പുതിയ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പരിഷ്കരിച്ച ജേഴ്സിയും ചടങ്ങിൽ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു. ISL പുതിയ പതിപ്പിൽ തിരുവോണനാളിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നതിന് മുന്നോടിയായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ആരാധകരെ നേരിൽ കാണാനെത്തിയത്. പഞ്ചാബ് FCക്കെതിരെയാണ് ആദ്യ മത്സരം. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഒഴികെയുള്ള 25 താരങ്ങളും പുതിയ കോച്ച് മിഖായൽ സ്റ്റാറയും സപ്പോർട്ട് സ്റ്റാഫും പങ്കെടുത്തു. ലൂണ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചത്തെ അവധിക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. മിലോസ് ഡ്രിൻസിച്ച് ആണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിഷ്കരിച്ച സ്റ്റേഡിയം ജേഴ്സി റയോർ സ്പോർട്സ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഭാഗേഷ് പ്രകാശനം ചെയ്തു. വേദിയിലെത്തിയ താരങ്ങൾ ആരാധകരുമായി സംവദിക്കുകയും ഹോം മാച്ചുകൾക്കുള്ള ജേഴ്സി ആരാധകർക്കിടയിലേക്ക് എറിഞ്ഞു നൽകുകയും ചെയ്തു. പുതിയ ജേഴ്സി സ്റ്റേഡിയത്തിലും പിന്നീട് ഓൺലൈനിലും ലഭ്യമാകും. 175 രൂപയാണ് വില. ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ഒരുപോലെ ആവേശമുണർത്തുന്നതായിരുന്നു മീറ്റ് ദി ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ മിഖായൽ സ്റ്റാറെ പറഞ്ഞു. ക്ലബിനോടുള്ള ആരാധകരുടെ അടങ്ങാത്ത ആവേശവും സ്നേഹവും നേരിട്ട് കാണുന്നത് എപ്പോഴും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഓരോ മത്സരത്തിനും പ്രചോദനമാകും വിധം ഓരോ ആരാധകരുടെയും ആവേശം വലിയ ഊർജമാണ് പകരുന്നത്. തുടർന്നും ഈ ആവേശവും പിന്തുണയും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലുലു ഗ്രൂപ്പ് ടീം അംഗങ്ങളെ ആദരിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ആന്റണി മനു സ്വാഗതം പറഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ചീഫ് റവന്യൂ ഓഫീസർ ജോബി ജോസഫ് സ്പോൺസർമാർക്കും ആരാധകർക്കും നന്ദി പറഞ്ഞു. വിവിധ സ്പോൺസർമാരെയും മഞ്ഞപ്പട, ബ്ലാസ്റ്റേഴ്സ് ആർമി തുടങ്ങിയ ഫാൻ ക്ലബ് പ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു.